Hello guys, welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റിയൽമിയുടെ GT Neo 3 എന്ന സ്മാർട്ട് ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. വളരെ മികച്ച സ്പെസിഫിക്കേഷൻസോട് കൂടി വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് GT Neo 3. എന്താണെന്നുള്ളതും മറ്റു കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ആമോലെഡ് പാനലാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൽ 1000 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഈ ഒരു ഡിവൈസിന് നൽകിയിട്ടുള്ളത്. വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ്. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 394 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയാണ് ഡിവൈസിൽ വരുന്നത്. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു സെൻറ്റർ പഞ്ച് ഹോൾ കട്ടാണ് നൽകിയിരിക്കുന്നത്. അതിലാണ് സെൽഫി ക്യാമറ വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഡിവൈസിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 188 ഗ്രാംസ് ആണ് വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക് ഡിമെൻസിറ്റി 8100 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. റീസെൻ്റ്ലി മീഡിയാടെക്കിൽ നിന്ന് ലോഞ്ച് ചെയ്ത വളരെ മികച്ച ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഡിമെൻസിറ്റി 8100. ഒരു 5nm 5G ചിപ്സെറ്റാണ്. LPDDR5 RAM ആണ് ഡിവൈസിൽ വരുന്നത്. മാലി G610 MC6 ആണ് ഡിവൈസിൽ വരുന്ന GPU. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് റിയൽമി UI 3.0 ആണ് ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോണ് 6GB 8GB അതുപോലെ തന്നെ 12GB RAM വേരിയൻസിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് 120GB 256GB അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. പ്രൈമറി സെൻസർ 50 മെഗാ പിക്സലാണ്. f1.9 ആണ് അപ്പർച്ചർ. പ്രൈമറി ആയിട്ട് വരുന്നത് സോണി IMX766 എന്ന സെൻസറാണ്. ഇലക്ട്രോണിക്കും അതുപോലെ തന്നെ ഓപ്റ്റിക്കലും ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചർ അവൈലബിൾ ആണ്. സെക്കൻഡറി ആയിട്ട് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസാണ്. 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ അതിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമതായി 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും വരുന്നുണ്ട്. റിയർ ക്യാമറേസ് നമുക്ക് 4K വീഡിയോസ് 30 ആൻഡ് 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 16 മെഗാ പിക്സൽ സിംഗിൾ സെൽഫി ക്യാമറയാണ്. f2.5 ആണ് അപ്പർച്ചർ. ഡിസ്പ്ലേക്കകത്ത് സെൻറ്റർ പഞ്ച് ഹോൾ കട്ടിലാണ് സെൽഫി ക്യാമറ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഡിവൈസിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വേരിയൻസിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. അതിൽ ഒന്നാമത്തെ വേരിയൻറ്റിൽ നമുക്ക് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ആൻഡ് റെഗുലർ വേരിയൻ്റ് ആണ്. അതിൽ നമുക്ക് 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 32 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് 150 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു വേർഷനാണ്. അതിൽ നമുക്ക് 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ആൻഡ് 150 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നൽകിയിട്ടുള്ളത്. നിലവിലെ ഏറ്റവും മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാം. ഏകദേശം 50% 5 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. അത്രയും മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ് ആണ് GT Neo 3 എന്ന ഡിവൈസിന് റിയൽമി നൽകിയിട്ടുള്ളത്. USB Type-C പോർട്ടാണ് വരുന്നത്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഡിവൈസിൽ വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഇതൊക്കെയാണ് റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സ്. ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച സ്പെസിഫിക്കേഷൻസ് ആണ്. അത്യാവശ്യം വളരെ മികച്ചൊരു ഡിസ്പ്ലേ. പെർഫോമൻസ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് ഡിവൈസിൽ വരുന്നത്. ക്യാമറ ആൻഡ് ബാറ്ററി ചാർജിങ് സെക്ഷൻ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ഡിവൈസായിട്ട് നമുക്ക് GT Neo 3 എന്ന സ്മാർട്ട് ഫോണിനെ കണക്കിലെടുക്കാം. എന്തായാലും കറൻറ്റ്ലി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർ വേരിയൻറ്റ്, അതായത് 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് വരുന്ന വേരിയൻറ്റ്, 6GB 120GB വേരിയൻറ്റ് പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2000 യുവാനാണ്. ഏകദേശം 24,000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി 150 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 8GB 256GB ആണ് ബേസ് വേരിയൻറ്റ്. അതിന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2600 യുവാനാണ്. ഏകദേശം 31,000 രൂപയാണ് ഇന്ത്യയിൽ പ്രൈസ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എന്തായാലും റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് തന്നെയായിരിക്കും. കാരണം 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല സ്പെസിഫിക്കേഷൻസ് കാഴ്ചവെക്കുന്ന നല്ലൊരു ഡിവൈസാണ് GT Neo 3. എസ്പെഷ്യലി ഗെയിമിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.